Welcome back to ICT Learning Series, episode number 22. ലേണിംഗ് സീരീസിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കി. ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിന്റെ 2-3 ചാർട്ട്സ് എക്സാമ്പിൾസും നമ്മൾ നോക്കിയായിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിൽ ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്താണെന്നും ആസ് ആൻ ഇൻട്രാഡേ ആൻഡ് സ്വിംഗ് ട്രേഡർ അതിൻ്റെ അഡ്വാൻറ്റേജ് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊപ്പൽഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊപ്പൽഷൻ എന്ന് വെച്ചാൽ പുഷ് ചെയ്യുക, അതായത് തള്ളിക്കളയുക എന്നാണ് പ്രൊപ്പൽഷന്റെ മീനിങ്. സോ പ്രൊപ്പൽഷൻ എന്ന വാക്ക് ടെക്നിക്കലി ചാർട്ടിൽ അപ്ലൈ ചെയ്യണമെന്നും എങ്ങനെ പ്രൊപ്പൽഷൻ ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിന്റെ ബെയറിഷ് ഫോം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാർട്ട്സിലേക്ക് പോവാം. ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഏകദേശം അതേ ലോജിക്ക് തന്നെയാണ്, പക്ഷേ എന്നാൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ പറയുമ്പോൾ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെയറിഷ് MSS ആണ്. സോ ബെയറിഷ് MSS എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കറൻസി പിപ്സ് അക്കാഡമിയുടെ ICT ലേണിംഗ് സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 3 ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ബെയറിഷ് MSSന് ശേഷം ഇത് ഒബ്വിയസ്ലി ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിലോ അല്ലെങ്കിൽ ഒരു ബെയറിഷ് FEGയിലോ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ നമുക്കൊരു മൊമെന്റം കിട്ടുക എന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേഷന് ശേഷം പുതിയതായിട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിനെയാണ് നമ്മൾ ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് വിളിക്കുക. സോ ഹയർ ടൈം ഫ്രെയിമിലാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഇങ്ങനെ കിട്ടുക എന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമുകളിൽ റിഫൈൻ ചെയ്തുകൊണ്ട് എൻട്രി നോക്കുന്നതായിരിക്കും ഇവിടുത്തെ ബെസ്റ്റ് കേസ് സിനാരിയോ. സോ നമുക്കിനി ലൈവ് ചാർട്ട് എക്സാമ്പിൾസ് നോക്കാം. ഈ ഒരു കേസ് സിനാരിയോയിൽ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇത് നല്ലൊരു പ്രീമിയം ഏരിയ ആണ്. ഈ ഒരു പ്രീമിയം ഏരിയയിൽ വന്നതിന് ശേഷമാണ് മാർക്കറ്റ് ഇവിടെ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു OB- അഥവാ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് വീണ്ടും അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബെയറിഷ് ഓർഡർ ബ്ലോക്കിനെയാണ് നമ്മൾ ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് പറയാം. എന്തുകൊണ്ട് ഇതിനെ പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് എടുത്തു പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് സക്സസ്ഫുള്ളി മിറ്റിഗേഷൻ സംഭവിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ക്വിക്ക് റാലി അതായത് ക്വിക്ക് മൊമെന്റങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിലോ വരുന്ന ദിവസങ്ങളിലോ ആന്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. പ്രൊപ്പൽഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ലേ, പുഷ് അവേ, അതായത് തള്ളിക്കളയ. സോ അത് തന്നെയല്ലേ നിങ്ങൾ ഇവിടെ ചാർട്ടിലും കാണുന്നത്. സോ ഇതിനെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ് ശീലിക്കുന്നതായിരിക്കും. ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിന്റെ വേറൊരു ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇത് നല്ലൊരു പ്രീമിയം ഏരിയയാണ്. അതായത് മാർക്കറ്റിൽ ഷോർട്ട് സെല്ലിംഗ് നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ. ഈ ഒരു ഷോർട്ട് സെല്ലിംഗ് നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയിൽ വന്നു മാർക്കറ്റ് ഒരു OB- അഥവാ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സക്സസ്ഫുൾ മിറ്റിഗേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു സക്സസ്ഫുൾ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അടുത്തതായിട്ട് വീണ്ടും ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിനാണ് നമ്മൾ ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് പറയാം. ആ ഒരു ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിൻ്റെ മിറ്റിഗേഷന് ശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മാർക്കറ്റിൽ വന്നേക്കുന്ന മൊമെന്റം, അതായത് ആ ഒരു ബെയറിഷ് റാലി വളരെ ക്വിക്കായിരുന്നു. സോ ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്വിക്ക് റാലികൾ നിങ്ങൾക്ക് കിട്ടാവുന്നതും അതിന്റെ അഡ്വാൻറ്റേജ് മാക്സിമം ആസ് ആൻ ഇൻട്രാഡേ ആൻഡ് സ്വിംഗ് ട്രേഡറിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക്. ബെയറിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ കറൻസി പിപ്സ് അക്കാഡമിയുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലോ ഗ്രൂപ്പുകളിലോ വന്നിട്ടായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഞങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ICT ലേണിംഗ് സീരീസിന്റെ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുമായിട്ട് കറൻസി പിപ്സ് ഉടനെ എത്തുന്നതായിരിക്കും. Signing off, Faust from Currency Pips.